സഹോദരിക്ക് വേണ്ടി റീത്തയെ തല്ലി അലീന. അങ്ങനെ സഹോദരിമാരെ തമ്മിൽ തല്ലിച്ചുകൊണ്ട് തന്നെ ആ കളി കണ്ട് ആസ്വദിക്കാനായിട്ട് റീത്ത ഇറങ്ങിത്തിരിക്കുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. പക്ഷേ റീത്തയുടെ ആ കളി ഏൽക്കുന്നില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. കാരണം റീത്തയുടെ ഭരണത്തോട് അഹിഷ്ണുതയാണ് നമ്മുടെ മക്കൾക്കുള്ളത്. പക്ഷെ അമ്മ എൽസി അനുസരിക്കാൻ പറയുന്നത് കൊണ്ട് മാത്രമാണ് റീത്തയെ അനുസരിക്കുന്നത് എന്ന് കാണാം. എന്നിരുന്നാലും റീത്തയാണെങ്കിലോ മനസ്സിൽ വിഷം കുത്തിവെച്ച് അലീന എന്ന ദുർഭൂതത്തെ ഓട്ടിക്കണമെന്നും നിങ്ങളുടെ പപ്പയുടെ സ്വത്തുക്കൾ നിങ്ങളുടെ സ്വത്തുക്കളാണെന്നും അത് നിങ്ങൾ തന്നെ ഉപയോഗിക്കണമെന്നും പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അതായത് ഇവരെ ഉപയോഗിക്കണം എന്ന് പറയുന്നത് വെറുമൊരു മറയാണെന്ന് കാണാം. കാരണം സ്വത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്വത്തും കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ പോകുന്നത് നമ്മുടെ റീത്ത തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ റീത്തയാണെങ്കിൽ അവരെ കബളിപ്പിച്ച് സ്വത്തുക്കളൊക്കെ നേടിയെടുക്കാനുള്ള ഒരു വഴിയാണെന്ന് കാണാം. സ്റ്റാലിൻ്റെ സ്വത്തൊക്കെ അവരുടെ കൈകളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ വലിയൊരു അധികാരിയാകും. അവർ പറയുന്നതേ പിന്നെ അവിടെ നടക്കുകയുള്ളൂ. ഇപ്പോഴേ അവർ പറയുന്നത് മൊത്തം അനുസരിക്കേണ്ടി വരികയാണ്. അപ്പോൾ ഒരുപാട് പണവും ചെലവും എല്ലാ സ്വത്തുക്കളും അവരുടെ കൈകളിലേക്ക് ചെന്നു കഴിഞ്ഞാലുള്ള കാര്യം അത് ഓർക്കേണ്ടതില്ലല്ലോ. ഇതേ സമയം റീത്തയാണെങ്കിൽ എൽസിയോട് പറയുന്നുണ്ട് നീ സ്റ്റാലിൻ്റെ അടുത്തേക്ക് പോകണമെന്ന്. ഇതേ സമയം എൽസിയാണെങ്കിൽ ഒന്ന് മടിച്ചു നിൽക്കുകയാണ്. അപ്പോഴാണെങ്കിൽ മകളോടും പറയുകയാണ് നിങ്ങൾ പോയി നിങ്ങളുടെ പപ്പയെ നേർവഴിക്ക് നടത്താനായിട്ട് നോക്ക് എന്ന് പറയുന്നത്. ഇതേ സമയം നമ്മുടെ മകളാണെങ്കിൽ റീത്ത മാറിക്കഴിയുമ്പോൾ അമ്മേ നമുക്ക് പോകാം, അമ്മേ പപ്പയുടെ അടുത്തേക്ക് പോകാം, എനിക്ക് ഈ റീത്ത ആൻറ്റിയുടെ ഭരണം മതിയായി, ഇവരുടെ കീഴിൽ എനിക്ക് നിൽക്കാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നു. ഞാൻ പപ്പയുടെ അടുത്തേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് എന്ന് പറയുന്നു. എത്രമാത്രമോ നമ്മളിവരെ അനുസരിക്കേണ്ടി വരുന്നത്, ഇവരെ പേടിക്കേണ്ടി വരുന്നത്, അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് ചോദിക്കുന്നു. നമ്മുടെ പപ്പയുടെ പണം ഇവർ ഉപയോഗിക്കുകയല്ലേ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? നമ്മളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ, അവർക്ക് അധികാരവും പവറും ഉണ്ടെന്ന് കാണിക്കാനല്ലേ എന്ന് ചോദിക്കുന്നു. എന്നിരുന്നാലും എൻ്റെ വീട്ടിലേക്ക് പപ്പയുടെ അടുത്തേക്ക് പോകാനായിട്ട് കിട്ടിയ ഒരു അവസരമാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അവിടേക്ക് പോവുകയാണ് എന്ന് പറയുന്നൊരു കാഴ്ച. ഇതേ സമയം എൽസിയാണെങ്കിൽ മകളുടെ തീരുമാനത്തെ മാനിക്കുന്നു. അധികമൊന്നും മറിച്ചൊന്നും പറയുന്നില്ല. എൽസിക്ക് റീത്ത എന്ന് പറഞ്ഞാൽ വളരെ ജീവനാണെന്ന് കാണാം. നമ്മുടെ അവതക്കുട്ടിച്ചായൻ, അതായത് അലീനയുടെ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, മോളെ അവരും പിള്ളേരൊക്കെ ആ റീത്താമ്മ പറയുന്നതേ അനുസരിക്കുള്ളൂ എന്ന്. അത് പണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ചെറിയ ചെറിയ പൊരുത്തക്കേടുകൾ ഉണ്ടായി വരുന്നുണ്ട്. കാരണം റീത്താമ്മ അവരുടെ ജീവിതത്തിലേക്ക് കൈകടത്തുന്നത് കൊണ്ട് തന്നെയാണ് ഈ പൊരുത്തക്കേടൊക്കെ വന്നു തുടങ്ങുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. എല്ലാത്തിനും തുടക്കം വയ്ക്കുന്നത് റീത്ത തന്നെയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ മക്കൾ അവളുടെ ഭരണത്തിൽ സന്തുഷ്ടരായതുകൊണ്ട് തന്നെ അഹിഷ്ണുത പുലർത്തുന്നത് കൊണ്ട് തന്നെയാണ് റീത്തയെ വിട്ട് പോകാനായിട്ട് ഇപ്പോൾ മകൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ റീത്താൻ്റെ ആൻറ്റിയുടെ തീരുമാനം ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് എന്ന് പറയുന്നത് കാണാം. സത്യം പറഞ്ഞാൽ റീത്തയിൽ നിന്നും പപ്പയുടെ അടുത്തേക്ക് പോവുകയാണ് ലക്ഷ്യമെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. അങ്ങനെ നമ്മുടെ റീത്ത തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി തന്നെ റീത്ത സ്റ്റാലിൻ്റെ
മകളെ, രണ്ടാമത്തെ മകളെ ആരുടെ അടുത്തേക്ക് കൊണ്ടുവിടുന്നു? അലീനയുള്ള സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീന അവിടെ ആ സമയം മുറിയിലായിരിക്കും. അപ്പോൾ സ്റ്റാലിനാണെങ്കിൽ നമ്മുടെ മകളെ കണ്ടതും ഇതെന്താ മോളെ പതിവില്ലാതെ ഒരു വരവ് എന്ന് ചോദിക്കുന്നു. എന്താ, എനിക്കെൻ്റെ പപ്പയെ കാണാനായിട്ട് വരാനായിട്ട് പാടില്ലേ? അനുവാദമൊക്കെ ചോദിക്കണോ എന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട, ഞാൻ വിചാരിച്ചു നിങ്ങൾ ഈ പപ്പയെ മറന്നിട്ടുണ്ടാകുമെന്ന് എന്ന് പറയുമ്പോൾ ഇതേ സമയം റീത്ത പറയുന്നുണ്ട്, ദേ നീ വന്ന ഉദ്ദേശം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇവനായിട്ടൊന്നും അധികം അടുക്കാനായിട്ട് നിൽക്കുകയൊന്നും വേണ്ട, ഇവനാളെ ശരിയൊന്നുമല്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ റീത്തയോട് ഒന്നും പറയുന്നില്ല. റീത്ത വന്ന ഉദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഒടുവിലതാ നമ്മുടെ സഹോദരി പപ്പയോട് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. തുടർന്ന് അലീനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്, പേര് പറയുന്നുണ്ട്, സ്വയം പരിചയപ്പെടുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. ഞാൻ വന്നത് എൻ്റെ റീത്താമ്മ പറഞ്ഞിട്ടാണെന്നും നിങ്ങളുമായിട്ട് യുദ്ധം ചെയ്ത് നിങ്ങളെ ഓടിക്കാനുമാണെന്ന് നമ്മളെ അലീനയോട് സഹോദരി വെളിപ്പെടുത്തുന്നു. ഇതേ സമയം സത്യം പറഞ്ഞാൽ നിങ്ങൾ വന്നത് നന്നായി എന്ന് പറയുന്നു. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, എൻ്റെ പേര് വിളിച്ചോളൂ, കുഴപ്പമില്ല എന്ന്. അപ്പോഴാണെങ്കിൽ അലീന വന്നത് എന്തായാലും നന്നായി, ഞാൻ ആ റീത്താമ്മയുടെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ട് തന്നെ വന്നപ്പോൾ റീത്താമ്മ ഇവിടെ കൊണ്ടാക്കി എന്ന് പറയുന്നു. അത് കേട്ടതും റീത്താമ്മ നല്ലൊരാളല്ലേ എന്ന് ചോദിക്കുകയാണ് അലീന. അപ്പോഴാണെങ്കിൽ മനസ്സ് തുറന്ന് എല്ലാ സംഭവവികാസങ്ങളും കാര്യങ്ങളും ഒക്കെ സഹോദരി റീത്തയെന്ന് അലീനയെ അറിയിക്കുകയാണ്. ഇതേ സമയം അലീന റീത്തയുടെ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയുന്നു. ഒരുപാട് പണം കൊടുത്തിട്ട് പപ്പയെ പറ്റിച്ച് കുറച്ച് പണം നിങ്ങൾക്ക് ആയി ചിലവാക്കി ബാക്കി അവർ ഉപയോഗിക്കുകയാണ് എന്ന് തിരിച്ചറിയുന്ന അലീന ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്നാണെങ്കിൽ റീത്ത വരികയാണ്, എന്തായി മോളെ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ച്. അപ്പോഴേക്കും രണ്ട് സഹോദരിമാരും ഒന്നാവുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം റീത്താമ്മ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അലീനയാണെങ്കിൽ റീത്താമ്മയുടെ കരണത്ത് നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. തുടർന്ന് നിങ്ങളുടെ ചതി ആരും അറിയില്ലെന്ന് വിചാരിച്ചോ എന്ന് ചോദിക്കുന്നതും കാണാൻ കഴിയുന്നു. നമ്മുടെ പെങ്ങൾ ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് കൂട്ടുകാരെ.